അങ്ങനെ ഇപ്പോൾ ശ്വാസമൊന്നുമില്ലാതെ അവിടെ കിടക്കുന്ന അയൺമാൻ്റെ അടുത്തേക്ക് ഇപ്പോൾ നമ്മുടെ തോറ് പറന്നു വന്നിട്ട് തൻ്റെ മിയോളിനർ ഉപയോഗിച്ച് ആകാശത്തു നിന്നും ഒരു സ്പെഷ്യൽ ഇടിമിന്നൽ വരുത്തി അയൺമാനിട്ട് ചെറുതായി ഒരു ഷോക്ക് കൊടുത്തതും അപ്പോൾ തന്നെ നമ്മുടെ അയൺമാന് ശ്വാസമൊക്കെ വന്ന് പുള്ളിക്കാരൻ ഇപ്പോൾ ബോധം വന്ന് കണ്ണു തുറക്കുകയാണ്. അങ്ങനെ അയൺമാൻ ജീവനോടെ തിരിച്ചു വന്നത് കണ്ട് ക്യാപ്റ്റനും ബാക്കിയുള്ളവർക്ക് സന്തോഷമാവുകയാണ്. മാത്രമല്ല ഇതിനിടയിൽ നേരത്തെ ടീശാലയെ വക്കാണ്ടയുടെ രാജഭരണത്തിൽ നിന്നും പുറത്താക്കിയ എൽഡേഴ്സ് എന്ന് പറഞ്ഞ ആളുകൾ ഇപ്പോൾ അങ്ങോട്ടേക്ക് വന്നിട്ട് വക്കാണ്ടയെ മുഴുവൻ അപകടത്തിൽ നിന്ന് രക്ഷിച്ചതിന് നന്ദിയുണ്ട് രാജാവേ എന്ന് പറഞ്ഞ് ബ്ലാക്ക് പാന്തറിൻ്റെ മുന്നിൽ തലകുനിച്ച് വണങ്ങുകയാണ്. അങ്ങനെ രാജഭരണമൊക്കെ തിരികെ കിട്ടിയ ബ്ലാക്ക് പാന്തർ അപ്പോൾ തന്നെ അവിടെ ലിക്വിഡ് വൈബ്രേനത്തിൽ കിടക്കുന്ന ക്ലേസറിനെ അതുപോലെ തന്നെ കുഴിച്ചിടുവാൻ ആദ്യമായി ഉത്തരവിടുകയാണ്. അങ്ങനെ പ്രശ്നങ്ങളെല്ലാം തീർന്ന് നമ്മുടെ അവെഞ്ചേഴ്സും ബെറ്റി റോസും നിക് ഫ്യൂരിയും എല്ലാം ഷീൽഡിൻ്റെ കെട്ടിടത്തിലേക്ക് തിരികെ ചെല്ലുകയാണ്. ഇപ്പോൾ അവിടെ വന്നിരിക്കുന്ന ബെറ്റി റോസിനെ ദൂരെ നിന്ന് ഒളിഞ്ഞിരുന്ന് നോക്കിക്കണ്ടിട്ട് നമ്മുടെ ഹൾക്ക് ഇപ്പോൾ വേറെ എങ്ങോട്ടേക്കോ ചാടിപ്പോവുകയാണ്. ബ്രൂസ് ബാനർ മരിച്ചു പോയിട്ടില്ല എന്നും ഹൾക്കായി പുള്ളിക്കാരൻ രക്ഷപ്പെട്ടുവെന്ന കാര്യം പിന്നീട് അറിഞ്ഞ ബെറ്റി റോസിന് വളരെയധികം ആശ്വാസമാവുകയാണ്. മാത്രമല്ല പിന്നീട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മരിച്ചുപോയ ഹാങ്ക് പിമിനെ ഓർത്തുള്ള സങ്കടമെല്ലാം മനസ്സിലൊതുക്കി അവെഞ്ചേഴ്സ് എല്ലാം ഭൂമിയെ രക്ഷിച്ചതിൻ്റെ സന്തോഷത്തിലും ആശ്വാസത്തിലും ഇപ്പോൾ ചെറുതായി ഒന്ന് ആഘോഷിക്കുകയാണ്. അങ്ങനെ ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ്.